പ്രധാനമായും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുണ്ടാവുക. ഇതിലെ ആദ്യത്തെ 3 ടോപ്പിക്കുകൾ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാസാംസ്കാരിക മേഖല, രാഷ്ട്രീയ മേഖല എന്നിവയിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ആ വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടി കാണണം. അടുത്ത ടോപ്പിക് സാമ്പത്തിക മേഖലയാണ്. സാമ്പത്തിക മേഖലയിലെ പ്രധാന കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ പഠിക്കാം. (2022) രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ബ്രോഡ്ബാൻഡ് സേവനം ലഭ്യമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി. ഉത്തരം ദേശീയ ബ്രോഡ്ബാൻഡ് മിഷൻ. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വളർച്ച അതിവേഗം ട്രാക്കു ചെയ്യുക, ഡിജിറ്റൽ വിഭജനം കുറയ്ക്കുക, എല്ലാവർക്കും ബ്രോഡ്ബാൻഡിന്റെ താങ്ങാവുന്നതും സാർവത്രികവുമായ സേവനം നൽകുക തുടങ്ങിയവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇത് നാഷണൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പോളിസി 2018ന്റെ ഭാഗമാണ്. കേന്ദ്ര ടെലികോം മന്ത്രി രവിശങ്കർ പ്രസാദാണ് ഈ പദ്ധതി പുറത്തിറക്കിയത്. കേന്ദ്ര ടെലികോം മന്ത്രി ആരാണ് എന്നുള്ളത് ഓർത്തിരിക്കണം. ഒപ്പം ബ്രോഡ്ബാൻഡ് സേവനം എല്ലാ ഗ്രാമങ്ങളിലും എത്തിക്കാനായിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണെന്നും. ആദ്യത്തെ ലോക പരുത്തി ദിനം വേൾഡ് കോട്ടൺ ഡേ ആചരിച്ചത് എന്നാണ്? ഉത്തരം 2019 ഒക്ടോബർ 7. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക ഓർഗനൈസേഷന്റെ സഹകരണത്തോടെയാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇത് സംഘടിപ്പിച്ചത്. കോട്ടൺ 4 രാജ്യങ്ങൾ എന്നറിയപ്പെടുന്ന ബെനിൻ, ബുർക്കിന ഫാസോ, ചാഡ്, മാലി എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇത്. സാമ്പത്തിക സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്? ഉത്തരം 5. നമുക്ക് സാധാരണ അറിയാവുന്ന പോപ്പുലേഷൻ സെൻസസ് 10 വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്. എന്നാൽ സാമ്പത്തിക സെൻസസ് 5 വർഷം കൂടുമ്പോൾ നടത്തും. 7ാമത്തെ സാമ്പത്തിക സെൻസസ് അടുത്തിടെ ഡൽഹിയിൽ ആരംഭിച്ചു. അതുകൊണ്ടാണ് ഇതൊരു കറണ്ട് അഫെയർ ആയിട്ട് വരുന്നത്. 2019 സാമ്പത്തിക നോബൽ സമ്മാന ജേതാക്കൾ ആരൊക്കെയാണ്? ഉത്തരം അഭിജിത്ത് ബാനർജി, എസ്തർ ദഫ്ലോ, മൈക്കൽ ക്രെമർ. ആഗോള ദാരിദ്ര്യം ലഘൂകരിക്കാനുള്ള അവരുടെ പരീക്ഷണാത്മക സമീപനത്തിനാണ് നോബൽ സമ്മാനം. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അഭിജിത്ത് ബാനർജി. അതുകൊണ്ട് അഭിജിത്ത് ബാനർജി മറക്കാതെ ഓർത്തിരിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എയർ കണ്ടീഷണറുകൾക്കായുള്ള പുതുക്കിയ സ്ഥിരസ്ഥിതി താപനില എത്രയാണ്? ഉത്തരം 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്ത്യ ഗവൺമെന്റിന്റെ വൈദ്യുതി മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയാണ് റൂം എയർ കണ്ടീഷണറുകളുടെ സ്ഥിരസ്ഥിതി താപനില 24 ഡിഗ്രി സെൽഷ്യസ് ആക്കാനായി തീരുമാനമെടുത്തത്. ജനുവരി 1, 2020 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വന്നത്. കേരള സർക്കാർ പുറത്തിറക്കുന്ന സൗജന്യ ഇന്റർനെറ്റ് പദ്ധതിയുടെ പേര്? ഉത്തരം കെ ഫോൺ. 2020 ഡിസംബറോടെ പദ്ധതി ആരംഭിക്കുമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റിനെ മൗലികാവകാശമായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഈ പദ്ധതി. കെ ഫോണിന്റെ ഫുൾ ഫോം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ്. 15ാമത് ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഉത്തരം NK സിംഗ്. 2017 നവംബർ 27 രാഷ്ട്രപതി 15ാം ധനകാര്യ കമ്മീഷനെ നിയമിച്ചത്. ഇതിന്റെ കാലാവധി 2019 നവംബർ 30 വരെ കേന്ദ്ര മന്ത്രിസഭാ യോഗം നീട്ടിയിരുന്നു. സാങ്കേതിക തുണിത്തരങ്ങളിൽ ഇന്ത്യയെ ആഗോള നേതാവാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി? ദേശീയ സാങ്കേതിക ടെക്സ്റ്റൈൽസ് മിഷൻ. 2020
ഫെബ്രുവരി 26-ന് സാമ്പത്തിക കാര്യങ്ങളുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഈ പദ്ധതിക്ക് അംഗീകാരം നൽകി. 2020-21 മുതൽ 4 വർഷത്തേക്ക് ഇത് നടപ്പിലാക്കും. പ്രൊജക്ട് ഷുവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വസ്ത്ര വ്യവസായം. ഷുവറിന്റെ ഫുൾ ഫോം സസ്റ്റൈനബിൾ റെസൊല്യൂഷൻ എന്നാണ്. മുംബൈയിൽ വെച്ച് നടന്ന ലാക്മി ഫാഷൻ വിന്റർ ഫെസ്റ്റിവലാണ് ഈ പദ്ധതി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനി അവതരിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. 16 വർഷത്തിനിടെ ആദ്യമായി ബ്രസീലിനെ പിന്തള്ളി 2018-19 ഇന്ത്യ ഏറ്റവും വലിയ പഞ്ചസാര ഉത്പാദക രാജ്യമായി. ലോകത്തിലെ ആദ്യത്തെ CNG തുറമുഖ ടെർമിനൽ നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഗുജറാത്ത്. ഗുജറാത്തിലെ ഭാവ്നഗർ തുറമുഖത്തെയാണ് CNG ടെർമിനലായി വികസിപ്പിക്കുന്നത്. മണിപ്പൂരിലെ പ്രശസ്തമായ ഒരു തടാകത്തിൽ ഉൾനാടൻ ജലപാത പദ്ധതിയുടെ വികസനത്തിന് അടുത്തിടെ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ഏതാണ് ആ തടാകം? ഉത്തരം ലോക്താക് തടാകം. വടക്കു കിഴക്കൻ ഭാഗത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്താക്. ഈ തടാകം ഫ്ലോട്ടിംഗ് ദ്വീപുകൾക്ക് പ്രശസ്തമാണ്. കീബുൾ ലംജാവോ നാഷണൽ പാർക്ക് ഈ തടാകത്തിലാണ്. അടുത്തിടെ ഇന്ത്യ പാം ഓയിൽ ഇറക്കുമതി പുനരാരംഭിച്ചു. ഏത് രാജ്യത്തു നിന്നാണ് ഇത്? ഉത്തരം മലേഷ്യ. പുതിയ പൗരത്വ നിയമത്തെക്കുറിച്ചും കാശ്മീർ പ്രശ്നത്തെക്കുറിച്ചും അന്നത്തെ മലേഷ്യൻ പ്രധാനമന്ത്രി മഹാതിർ മുഹമ്മദിന്റെ പ്രതികൂല പരാമർശത്തെ തുടർന്ന് ഈ വർഷം ആദ്യം ഇന്ത്യ പാം ഓയിൽ ഇറക്കുമതി നിരോധിച്ചിരുന്നു. മലേഷ്യയിലെ ഭരണമാറ്റത്തെ തുടർന്നാണ് ഇറക്കുമതി പുനരാരംഭിക്കാൻ തീരുമാനിച്ചത്. ന്യൂജൻ മൊബിലിറ്റി സമ്മിറ്റ് 2019 നടന്നത് എവിടെയാണ്? ഉത്തരം മനേസർ, ഹരിയാന. ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓട്ടോമോട്ടീവ് ടെക്നോളജിയാണ് ഇത് സംഘടിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത് ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഓട്ടോമോട്ടീവ് ടെക്നോളജി ഇവന്റാണ് ഇത്. ഇന്ത്യയിലെ രണ്ടാമത്തെ നദീതീര മൾട്ടിമോഡൽ ടെർമിനൽ അടുത്തിടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഉത്തരം സാഹിബ്ഗഞ്ച്, ജാർഖണ്ഡ്. ആദ്യ മൾട്ടിമോഡൽ ടെർമിനൽ വാരണാസിയിലെ ഗംഗാ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജൽമാർഗ് വികാസ് പദ്ധതിയുടെ ഭാഗമാണ് മൾട്ടിമോഡൽ ടെർമിനലുകൾ. പ്രാഥമിക ചരക്ക് നീക്കത്തിനായി ഉൾനാടൻ ജലപാതകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പദ്ധതിക്ക് പിന്നിലെ ലക്ഷ്യം. പുതുതായി വികസിപ്പിച്ച HD 32626 ഏതിനം വിളയാണ്? ഉത്തരം ഗോതമ്പ്. ഇത് ഉയർന്ന വിളവ്, ഉയർന്ന പ്രോട്ടീൻ, രോഗപ്രതിരോധ ശേഷി എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ശരിയായ വില ലഭിക്കുന്നു എന്നുറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഓപ്പറേഷൻ ഗ്രീൻസ്. ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ വൈറ്റ് റവല്യൂഷന്റെ മാതൃകയിലാണ് ഇന്ത്യൻ ധനമന്ത്രി ഓപ്പറേഷൻ ഗ്രീൻസ് പ്രഖ്യാപിച്ചത്. കാഴ്ചയില്ലാത്തവരെ കറൻസി നോട്ടുകളുടെ മൂല്യം തിരിച്ചറിയാൻ സഹായിക്കുന്നതിന് RBI പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് മണി ആപ്പ്. മണിയുടെ ഫുൾ ഫോം മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നാണ്. വാധവൻ തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥാപിക്കുന്നത്? ഉത്തരം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ 13ാമത്തെ മേജർ പോർട്ടാണിത്. വാധവൻ തുറമുഖത്തിന്റെ വികസനത്തോടെ ലോകത്തെ മികച്ച 10 കണ്ടെയ്നർ തുറമുഖങ്ങളുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കടക്കും. കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രത്യേകതയുള്ളവയാണ് കണ്ടെയ്നർ തുറമുഖങ്ങൾ. സോ ദിസ് ഇസ് ദ എൻഡ്. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ സ്റ്റേ സേഫ്. ബൈ.